ടെസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഒരു യഥാർത്ഥ ശിഷ്യൻ ആരായിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് നൽകുകയാണ്. ഈശോ പറയുകയാണ്, സ്വന്തം പിതാവിനെയും മാതാവിനെയും എന്നല്ല, സ്വന്തം സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വജീവനെ തന്നെയും വെറുക്കാതെ ഒരുവൻ എൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വെറുത്ത് ഇങ്ങനെ ഭയങ്കര വെറുപ്പോട് കൂടിയിട്ട് ഈശോയുടെ പിന്നാലെ പോകണം എന്നല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈശോ പറയുകയാണ്, ഇവരെല്ലാവരേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവവിളി സ്വീകരിക്കുന്ന ആളുകളുടെ കാര്യം മാത്രമൊന്നുമല്ല ഈശോ ഈ പറയുന്നത്. മറിച്ച് ഈശോ പറയുന്നത്, ക്രിസ്ത്യൻ എന്ന നിലയിൽ നമ്മൾ ഈശോയുടെ ശിഷ്യനാണെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അവനോട് ഒന്നാമത്തെ ക്വാളിറ്റി ഇവരെല്ലാവരേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ്. എൻ്റെ പിതാവിനെയും മാതാവിനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ യഥാർത്ഥ ക്രിസ്ത്യാനി ആയിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിട്ട് ഈശോ പറയുകയാണ്, സ്വന്തം കുരിശ് വഹിക്കാതെ ഒരുവനും എൻ്റെ പിന്നാലെ വരാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മുടെ ജീവിതത്തില് ഓരോ സഹനങ്ങള് അല്ലെങ്കിൽ ഓരോ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. പലപ്പോഴും ചിലപ്പോൾ ഒരു കുരിശായിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം. ചില സഹനങ്ങളാകാം, രോഗങ്ങളാകാം, ബുദ്ധിമുട്ടുകളാകാം. ഈശോ പറയുകയാണ്, സ്വന്തം കുരിശ് വഹിക്കാതെ ഒരുവനും എന്നെ അനുഗമിക്കാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മൾ ഏറ്റവും ചേർത്ത് നിർത്തുന്ന ആളുകളേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം. ചിലപ്പോഴെങ്കിലും നമ്മൾ ഏറ്റവും വെറുക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതൊരു കുരിശെന്ന പോലെ അത് വഹിച്ച് ഈശോയെ പിൻചെല്ലേണ്ടിയും വരും എന്ന് ഈശോ സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ സുവിശേഷഭാവം ആശ ചെയ്യുമ്പോൾ എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാനും എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ കുരിശുകളെടുത്ത് അവൻ അനുഗമിക്കുവാനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ യഥാർത്ഥ ശിഷ്യനായി തീരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇത് നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.